കേന്ദ്ര ബജറ്റ് ശനിയാഴ്ച അവതരിപ്പിക്കുമ്പോൾ കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നിരവധിയാണ്. പ്രകൃതി ദുരന്തത്തിന്റെ നാശനഷ്ടം മുതൽ സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതികൾ വരെയുണ്ട് ആ പട്ടികയിൽ. കൂടാതെ കേരളത്തിനുള്ള നികുതി വിഹിതം കൂട്ടണം, കടമെടുപ്പ് പരിധിയിൽ പുനഃപരിശോധന വേണം തുടങ്ങിയ ആവശ്യങ്ങളും സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 തീയതി നമ്മുടെ രാജ്യത്തിന്റെ അടുത്തൊരു വർഷക്കാലത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുകയാണ്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ കേരളത്തിനുള്ള പ്രതീക്ഷ വലുതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു വളർച്ചാ മുരടിപ്പുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ പത്രം എടുത്താലും ഇന്നലത്തെ പത്രം എടുത്താലും വരുന്ന വാർത്ത, അതുപോലെ നിങ്ങളുടെയൊക്കെ ചാനലുകളിലും പത്രങ്ങളിലും ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള എക്സ്പെക്റ്റേഷൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നത് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്. മൂലധന നിക്ഷേപം വേണം, കൂടുതൽ പണം ഉണ്ടാവണം, പലിശയുടെ കാര്യത്തിനകത്ത് കുറവ് വരുത്തുന്ന തീരുമാനം വേണം, ബോറോയിങ്ങിന് സംസ്ഥാനങ്ങളെ കൂടുതൽ അനുവദിക്കണം, കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇതാണ് ഞങ്ങൾ പൊതുവിൽ നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഓരോന്നും പറയുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, കേരളത്തിന് ഏറ്റവും വലിയ വെട്ടിക്കുറവാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് വന്നത്. ആ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിരുന്നു, കേരളത്തിന് അർഹമായ തുക ലഭിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ തരത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ്, GSTയുടെ വെട്ടിക്കുറവ്, 50,000 കോടിയിലധികം വന്ന വെട്ടിക്കുറവ് ഉള്ളതുകൊണ്ട് പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു, 24,000 കോടി. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തരും, പൂർണ്ണമായി തരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഭാഗം എങ്കിലും ഞാൻ പറയുന്നത് അത് അത്യാവശ്യമായി നമുക്ക് കിട്ടേണ്ടതാണ്. വയനാട് ഉരുൾപൊട്ടലിന് സംസ്ഥാനം ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജിന് ഇതുവരെ കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. വയനാടിന്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം, വയനാടിനകത്ത് ഇപ്പോൾ പ്രത്യേക ഒരു അനൗൺസ്മെന്റ് ഒക്കെ അവർ നടത്തി, അങ്ങനെ ദുരിതം ഇച്ചിരി കാര്യമായ ദുരിതമാണെന്നൊരു അഡ്രസ്സ് തന്നല്ലാതെ അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഒന്നും തന്നിട്ടില്ല. 2,000 കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ്. VGF ഉൾപ്പെടെ കടമായി നൽകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജാണ്. വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇന്നലെയും മിനിഞ്ഞാന്നും നടന്ന വിഴിഞ്ഞം സംബന്ധിച്ചുള്ള കോൺക്ലേവ്, ഇൻഡസ്ട്രീസിൻ്റെ കോൺക്ലേവ്, ഷിപ്പിങ്ങിൻ്റെ കോൺക്ലേവ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് വിഴിഞ്ഞം. വളരെ പെട്ടെന്ന് അതിൻ്റെ ലെവലിലേക്ക് എത്തുകയാണ്. അതിനകത്ത് 8,500 കോടിയിലധികം രൂപയാണ് ആദ്യഘട്ടത്തിന് ആകെ ചിലവാക്കേണ്ടി വന്നത്. അതിൽ 5,500 കോടിയും ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തനത് വിഹിതം കണ്ടെത്തി ചിലവാക്കേണ്ടി വന്നതാണ്. അതിന് 5,000 കോടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്രാവശ്യം അനുഭാവപൂർണ്ണമായ തീരുമാനം വരണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേരളത്തിന് ഏറ്റവും അധികം വരുമാനമുണ്ടാക്കി തരുന്ന പ്രവാസികളുടെ സംരക്ഷണത്തിന് ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനും സംസ്ഥാനം പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടത്തുന്ന, സംരക്ഷണ പദ്ധതികൾ നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് 300 കോടിയെങ്കിലും നമ്മുടെ പ്രവാസികളെ സംരക്ഷിക്കാനുള്ള പദ്ധതിക്കായിട്ട് മാറ്റിവെക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6,000 കോടിയോളം രൂപ നമ്മൾ കടമെടുത്ത് നാഷണൽ ഹൈവേക്ക് കൊടുത്തിരിക്കുന്നതാണ്. ആ പണം നമ്മുടെ ചെലവിനായി വിട്ടു തരണം. ഞങ്ങൾക്ക് ലാഭവിഹിതം വേണ്ട, ഞങ്ങൾക്ക് ആ പണം കടമെടുത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. GST വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടം 12,000 കോടിയിലധികമാണ് ഇപ്പോൾ ഒരു വർഷം വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോമ്പൻസേഷൻ പീരീഡ് 5 വർഷം മാത്രമാണ് നിയമപരമായിട്ട് അവർ കൊണ്ടുവന്നത്. അത് ദീർഘിപ്പിക്കണം. കാരണം GST അല്ലായിരുന്നു, സെൽ ടാക്സ് ആയിരുന്നെങ്കിൽ, പഴയ വാറ്റായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വർഷം കിട്ടുമായിരുന്ന തുകയിൽ നിന്നും 12,000 കോടി രൂപയിലധികം കുറവുണ്ട് GST വന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആ പണം ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായി തരേണ്ടതാണ്. വന്യജീവി ആക്രമണവും മരണവും തുടർക്കഥയാകുമ്പോൾ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള പണവും സംസ്ഥാനം ഇത്തവണ ബഡ്ജറ്റിൽ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. വഴിനീള പുലിയും കടുവയും പ്രധാനപ്പെട്ട റോഡിലൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുക. അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് വലിയ കൃത്യമായ പദ്ധതികൾ വേണം. അത് സാമ്പത്തിക സഹായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. എങ്കിൽ പോലും ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനും നിയന്ത്രിക്കാനും പറ്റുന്ന തരത്തിലേക്ക് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. റബ്ബർ സബ്സിഡിയുടെ കാര്യത്തിൽ, റബ്ബറിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 250 രൂപയെങ്കിലും ആക്കാനുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വേണം. നമ്മളിപ്പോൾ തറവില ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം 180 കൊടുക്കുന്നു. നമ്മൾ കേന്ദ്രം അതിനായിട്ട് പ്രത്യേക ഒരു ഫണ്ട്, 1,000 കോടിയുടെ ഒരു ഫണ്ട്
രൂപീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫണ്ടിൽ നിന്ന് ബാലൻസ് ചെയ്ത് പണം കൊടുക്കാൻ പറ്റും. പിന്നീട് നമ്മുടെ ഈ സ്കീം വർക്കേഴ്സ് ഉണ്ട് ധാരാളം. സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ പലതുണ്ട്. പാചക തൊഴിലാളി, നിങ്ങൾക്കറിയാം, തൊഴിലുറപ്പ്, പാചക തൊഴിലാളി, അംഗൻവാടി, ആശ, ഇങ്ങനെ ധാരാളമുണ്ട്. അതിനകത്ത് കുറേ കാലമായി അതിൻ്റെ ഒരു കൂലി നിശ്ചയിച്ചിട്ട്, അത് പ്രത്യേക സ്കീമാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്കീമിലാണ് പൊതുവിൽ. അതിനകത്ത് കൂലി പുനർനിശ്ചയിക്കണം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് അവതരണത്തെ പ്രതീക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നു. പരിഗണിക്കുമോ കേരളത്തെ? ഫെബ്രുവരി 1 അറിയാം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.